ആർഷോ നോക്കൂ, ഇവിടെ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് സന്ദീപ് വാര്യരുമായിട്ടുള്ള വിഷയം വരുന്നത്. അതിനു മുൻപ് ഈ ഇരട്ട വോട്ടടക്കം ഒരുപാട് വിഷയങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുൻപ് ആദ്യഘട്ടത്തിൽ PM നിയാസ് അക്കമിട്ട് ചില കാര്യങ്ങൾ ആർഷയോട് ചോദിക്കുന്നുണ്ട്. അതിലിപ്പോൾ SDP ജമാഅത്തെ ഇസ്ലാമി വോട്ടിന്റെ കാര്യം പറയുമ്പോൾ പലയിടത്തും CPM അവരുമായി കൈകോർത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിയാസ് പറയുന്നത്. അപ്പോൾ അന്ന് അവിടെ കൈകോർത്തവർക്ക് ഇപ്പോൾ എങ്ങനെയാണ് അതിനെ തള്ളി പറയാൻ കഴിയുന്നത് ആർഷോ? അല്ല, അതിനകത്ത് നിയാസ് ഉൾപ്പെടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കകത്തും മറുപടി കൃത്യമായി പറഞ്ഞു തന്നെ പോകും. അതിനു മുൻപ് BJPയെ സംബന്ധിച്ച് BJP തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ല എന്നുള്ളതാണ് പാലക്കാട്ടെ ഗ്രൗണ്ട് റിയാലിറ്റി. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ എവിടെയും BJP ഇല്ല. അതിൻ്റെ കാരണം ഇപ്പം തന്നെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ 2021 ജയിച്ചിരുന്നെങ്കിൽ വികസനത്തിൻ്റെ മല മറിക്കുമായിരുന്നു, ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ വികസനത്തിൻ്റെ മല മറിക്കും എന്നുള്ള വലിയ എന്താ പറയുക വാഗ്ദാനങ്ങൾ BJPയുടെ പ്രതിനിധി വെക്കുമ്പോൾ പാലക്കാട് ജനതയെ സംബന്ധിച്ച് അവർക്ക് അനുഭവമുണ്ട്. 8 കൊല്ലക്കാലം ഒരു നഗരസഭയുടെ ഭരണം BJPയെ ഈ നാട്ടിലെ പാലക്കാട് നഗരത്തിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. 8 വർഷത്തിനിടയിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനം എന്ത് എന്ന ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ പരസ്യപ്രചരണമൊക്കെ അവസാനിക്കുന്ന ഈ മണിക്കൂറുകളിലെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ BJP പ്രതിനിധികൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് വസ്തുത. എടുത്തെടുത്ത് എണ്ണി പറയാൻ വേണ്ടി കഴിയുമല്ലോ. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള റോഡുകൾ, ടൗൺ ഹാള്, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങി സർവത്ര വികസന മുരടിപ്പിന്റെ ജനവിരുദ്ധതയുടെ പല പ്രദേശങ്ങളിലൂടെ മൂക്കുപൊത്തിയല്ലാതെ നടക്കാൻ വേണ്ടി കഴിയില്ല എന്ന സ്ഥിതിയാണ് നഗരസഭയ്ക്ക് കീഴിലുള്ളത്. വേസ്റ്റ് കൂട്ടിയിടുന്ന കേന്ദ്രങ്ങളാക്കിയിട്ട് പ്രധാനപ്പെട്ട പല ഇടങ്ങളെയും ഈ നഗരസഭയ്ക്ക് കീഴിൽ മാറ്റി എന്നുള്ളതാണ് വസ്തുത. ഈ നിലയിൽ വികസന മുരടിപ്പിന്റെ കേന്ദ്രമായിട്ട് ഒരു നഗരസഭയെ BJP എങ്ങനെ മാറ്റി എന്നുള്ളതിന്റെ അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നഗരസഭ മര്യാദയ്ക്ക് നോക്കാൻ കഴിയാത്ത ആളുകൾ, അവരെ കൊണ്ട് ഒരു നിയോജക മണ്ഡലം നോക്കാൻ കഴിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നന്നായിട്ട് അറിയാം. എന്നുള്ളത് കൊണ്ട് തന്നെയാണ് BJPയെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായും പാലക്കാട്ടെ ജനത മാറ്റി നിർത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ K മുരളീധരൻ വന്നു, രമേശ് ചെന്നിത്തല വന്നു, ഇവരൊക്കെ പറഞ്ഞല്ലോ ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം. അതല്ലാതെ BJP എങ്ങനെയെങ്കിലും BJPയെ എന്താ പറയുക തെരഞ്ഞെടുപ്പ് രംഗത്ത് പുറത്തേക്ക് പോയി BJP കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി കേരളത്തിൽ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും VD സതീശൻ ആൻഡ് കമ്പനി അല്ലാതെ മറ്റാരും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നേരത്തെ UDFിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ PP ദിവ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ച് ആ സഖാവിൻ്റെ ഭാഗത്തുനിന്നൊരു പോരായ്മ ഉണ്ടായി എന്ന് കണ്ട ഘട്ടത്തിൽ തന്നെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആ സഖാവ് കൃത്യമായിട്ട് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന 2 കാര്യങ്ങൾ അവർ വഹിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ചുമതലയിൽ നിന്ന് രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു. അവർ രാജിവെച്ചു മാറി നിന്നു. സംഘടനാപരമായി ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. മാതൃകാപരമായിട്ടുള്ള സംഘടനാപരമായ നടപടി എടുത്തു. സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ തെളിഞ്ഞു വരേണ്ടുന്നതാണ്. ഞങ്ങൾ മാറ്റി നിർത്തി. ഇനി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ചയായ പ്രധാനപ്പെട്ട ഒരുപാട് പേരുകൾ ഒരുപാട് എന്താ പറയുക ഇടതുപക്ഷം വല്ലാതെ ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചില പേരുകൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് ഓർമ്മിപ്പിക്കാം. പാലക്കാടിന്റെ തൊട്ടപ്പുറത്തെ ജില്ലയാണ് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിലെ ലാൽജി കൊള്ളന്നൂർ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആരാ കൊലപ്പെടുത്തിയത്? നിങ്ങൾ തന്നെ, കോൺഗ്രസ്സുകാർ തന്നെയായിരുന്നു. മധു ഇച്ചരത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആരാ കൊലപ്പെടുത്തിയത്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഹനീഫ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ആരാ കൊലപ്പെടുത്തിയത്? കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇപ്പൊ മട്ടന്നൂർ കോളേജിൽ അങ്ങ് കോഴിക്കോടുള്ളതെന്ന് പറഞ്ഞു തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ കോളേജിൽ KSUവിന്റെ പാനലിൽ മാഗസിൻ എഡിറ്ററായി വിജയിച്ച KSU നേതാവായിരുന്നു പുതിയ വീട്ടിൽ ബഷീറിനെ കൊലപ്പെടുത്തി. ക്യാമ്പസിനകത്ത് ആരാ കൊലപ്പെടുത്തിയത്? ഇതേ KSUക്കാർ തന്നെ. എന്തിനാ കൊലപ്പെടുത്തിയത്? മാഗസിൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് KSUക്കാരെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി അനുവദിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ കൊന്നു കളഞ്ഞപ്പോൾ ഈ ചരിത്രമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കി. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ ഏതെങ്കിലും സഖാക്കളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പോരായ്മ ഉണ്ടായാൽ നടപടി എടുക്കുന്നതിന് വേണ്ടി കൃത്യമായി നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് ചർച്ചയായ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങളിലൊന്നായിരുന്നില്ലേ ധീരജ് രാജേന്ദ്രന്റെ കൊലപാതകം?
അങ്ങ് കോഴിക്കോടാണെങ്കിൽ തൊട്ടപ്പുറത്ത് കണ്ണൂർ ജില്ലയിലെ രാജേന്ദ്രേട്ടൻ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു രാജേന്ദ്രേട്ടന്റെ മകൻ ധീരജിനെ ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് ക്യാമ്പസിൽ കടന്നു കയറി കത്തിക്ക് ഹൃദയത്തിനകത്തേക്ക് കുത്തിയിറക്കി കൊലപ്പെടുത്തിയ കേസിലെ ആ പ്രതികളെ നിങ്ങൾ എന്ത് ചെയ്ത് നടപടിയെടുത്തോ, മാറ്റി നിർത്തിയോ? ഇല്ലല്ലോ. എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ അന്ന് മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ആളെ പിടിച്ച് സംസ്ഥാന ഭാരവാഹിയാക്കി. ആ ആളുകൾ ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിൽ നിന്നേ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് കേന്ദ്രീകരിച്ച് ഇതേ കൊലയാളികൾ, നിങ്ങൾ കൊലയാളികളായിരുന്നപ്പോൾ മണ്ഡല ഭാരവാഹികളാണെങ്കിൽ പിന്നീട് സംസ്ഥാന ഭാരവാഹികളേക്ക് ഉയർത്തിയ കൊലപാതകികൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിലുണ്ടായിരുന്നു. ഈ നാട് ചർച്ച ചെയ്യുന്നുണ്ട്, പാലക്കാട്ടെ ജനത ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ നിങ്ങൾ വല്ലാതെ സമാധാനത്തിന്റെ വെള്ളരിപ്രാക്കളാണെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി തയ്യാറാവണ്ട. ഇനി നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് KPCCയുടെ പ്രസിഡന്റ് ഈ പറഞ്ഞ പോലെ കോഴിക്കോടെത്തി ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതല്ലേ? എന്തായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ? കോൺഗ്രസ് എങ്ങാനും പരാജയപ്പെട്ടാൽ ഇവിടെ ഒരാളെയും ജീവിക്കാൻ അനുവദിക്കില്ല. ആരാ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി ചേവായൂർ ബാങ്കിൽ? കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെയല്ലേ കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചത്. എന്തായിരുന്നു KPCC പ്രസിഡന്റ് പറഞ്ഞ്? ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, കൈവെട്ടും കാലുവെട്ടും തലയിറക്കും. ഇതായിരുന്നില്ലേ കേരളത്തിലെ KPCC പ്രസിഡന്റ്? വലതുപക്ഷ മാധ്യമങ്ങൾ നിങ്ങളെ വല്ലാതെ തഴുകി തലോടി പോകുന്നത് കൊണ്ട് കേരളത്തിനകത്ത് അത് വലിയൊരു ചർച്ചയാക്കുന്നതിന് വേണ്ടി വലതുപക്ഷ മുഖ്യധാര മാധ്യമങ്ങൾ തയ്യാറായില്ല. ആ ഒരു കാരുണ്യത്തിൽ ഊരിപ്പോയ ആളുകളല്ലേ നിങ്ങൾ എന്നിട്ട് ബാങ്ക് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോൾ ഇപ്പൊ എന്തോ CPM എന്തോ ചെയ്തു എന്ന നിലക്കാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പൊ ഈ നിലയിൽ കൊലവിളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ നാടിനകത്ത് ആളെക്കൊള്ളുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നന്നായിട്ട് അറിയാം. ഇനി നേരത്തെ നിങ്ങൾ സംഘപരിവാരം വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളം പറഞ്ഞല്ലോ അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട്. അഭിമന്യു എന്റെ സഹപ്രവർത്തകനായിരുന്നു. അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളും വളരെ കൃത്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ. ആ കേസിനകത്ത് വിചാരണ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേസിലെ പ്രതിയെ പിടിച്ചിട്ടില്ല. RSSകാർ വാട്സപ്പ് ഫോർവേഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ ആ കേശവമാമൻ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള മെസ്സേജുകൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുൻപിൽ വന്നു നിന്ന് പൊതുവായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് വന്നു നിന്ന് വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറാകുക നിങ്ങൾ. ഇനി അതേ അഭിമന്യു വധം ഈ നാട്ടിനകത്ത് മനസാക്ഷിയുള്ള മനുഷ്യരാകെ വേദനിച്ച സംഭവമല്ലേ അഭിമന്യുവിന്റെ കൊലപാതകം? അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ SDPI പോപ്പുലർ ഫ്രണ്ടിനെ തോളത്ത് കൈയിട്ട് സ്വീകരിക്കുക നിങ്ങൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അല്ലെ? SDPIക്കാരെ പോപ്പുലർ ഫ്രണ്ടിനെ അഭിമന്യു വധത്തിൽ മനസാക്ഷിയുള്ള മനുഷ്യരാകെ കരഞ്ഞില്ലേ കേരളത്തിൽ? ആ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ പോപ്പുലർ ഫ്രണ്ടിനോട് ഒരുമിച്ച് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുക നിങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് എന്ത് രാഷ്ട്രീയ ഈ കേരള സമൂഹത്തിന് മുൻപിൽ ഈ കാലയളവിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധാരണയില്ലാത്ത ആളുകളാണോ കോൺഗ്രസ്? ഈ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി മതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ആളുകളല്ലേ പോപ്പുലർ ഫ്രണ്ടുകാർ? അഭിമന്യു ഉൾപ്പെടെ എത്രയോ മനുഷ്യരെ പോട്ടെ ഈ തൃശ്ശൂർ ജില്ലക്കകത്ത് തൊട്ടപ്പുറത്തെ തൃശ്ശൂർ ജില്ലക്കകത്ത് നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തിയ ആളുകളല്ലേ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ? തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ആ പോപ്പുലർ ഫ്രണ്ടിന്റെ തോളിൽ നിങ്ങൾ കൈയിടുക. ആ നിങ്ങളുടെ മരണപ്പെട്ടുപോയ സഹപ്രവർത്തകന്റെ കുടുംബത്തിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? ആ ആർജവമുണ്ടോ നിങ്ങൾക്ക്? ഞങ്ങള് ഏതെങ്കിലും കേരളത്തിൽ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറയാം, ഒരൊറ്റ പഞ്ചായത്തിൽ ത്രിതല പഞ്ചായത്ത് ഉൾപ്പെടെ ഒരിടത്തും SDPIയുടെ എന്നല്ല RSSന്റെ എന്നല്ല ഒരു വർഗീയ കക്ഷിയുടെ പിന്തുണയോടുകൂടിയും മുന്നോട്ട് പോകണ്ട എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം. ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുൻപിൽ വന്നു പറയുന്നുണ്ടല്ലോ, RSS ഉൾപ്പെടെ SDPI ഉൾപ്പെടെ ഒരു മതവർഗീയവാദിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഈ നാടിനകത്ത് സമാധാനവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ വോട്ട് മതി ഞങ്ങൾക്ക്. ആ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ 1000 തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ ഒരുക്കാണ് ഞങ്ങൾ എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. മറുപടി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ആർജവും പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഇത് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ നല്ല കോൺഗ്രസ്സുകാരുണ്ട്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ട്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. മതനിരപേക്ഷവാദികളായ നല്ല കോൺഗ്രസ്സുകാരുണ്ട്. RSSന്റെ പാളയത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടിയുള്ള VD സതീശൻ ആൻഡ് കമ്പനിയുടെ ഈ തെറ്റായ നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ അവതാരക പറഞ്ഞല്ലോ 1 ഡസൻ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ CPMലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് പാളയം വിട്ടുന്ന്. അങ്ങനെ വിടാത്ത എത്രയോ 100 കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്.
രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഡോക്ടർ പി സരിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ മണ്ഡലത്തിൽ മതനിരപേക്ഷത വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ മണ്ഡലത്തിനുണ്ട്. അവരുൾപ്പെടെ ഡോക്ടർ പി സരിന് വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ